Good morning. Today we are moving to discuss about trapezoidal dams. So, ഒരു trapezoidal ഡാമിന്റെ ഇമേജ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ trapezoidal ഡാമിന് ഒരു വെർട്ടിക്കൽ ഫേസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഇൻക്ലൈൻഡ് ഫേസും ഉണ്ടാവും. സോ അതിൽ വാട്ടർ സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് വെർട്ടിക്കൽ ഫേസിലും വാട്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റും, ഇൻക്ലൈൻഡ് സ്പേസ് ആ ഒരു ഫേസ് വരുന്നിടത്തും വാട്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാപ്പിസോയിഡൽ ഡാം ഹാവിംഗ് വാട്ടർ ഫേസ് വെർട്ടിക്കൽ. ഓക്കെ, അതായത് ട്രാപ്പിസോയിഡൽ ഡാമിന്റെ വെർട്ടിക്കൽ ഫേസ് വരുന്നിടത്ത് വാട്ടറിനെ സ്റ്റോർ ചെയ്യുന്നു, വാട്ടറിനെ റിസർവ് ചെയ്ത് വെച്ചേക്കുന്നു. ആ ഒരു ടൈപ്പ് ഡാമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് ടേംസും കാര്യങ്ങളും പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ, ദിസ് ഈസ് ദ ഡാം ദാറ്റ് ആ മാസൺറി സ്ട്രക്ചർ ആണിത്. ഓക്കെ, സോ ഇത് അതിന്റെ ടോപ്പ് വിഡ്ത്ത്. ടോപ്പ് വിഡ്ത്തിനെ നമ്മൾ എ എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. And B is the bottom width. A and B. അല്ലെ, ഈ ഒരു ഡാമിന്റെ ടോപ്പ് മോസ്റ്റ് പോർഷനെ നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിക്കും. ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ഡാം ക്യാപിറ്റൽ എച്ച് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ ഇവിടെയാണെന്ന് അസ്യൂം ചെയ്തെടുക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് ജി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ ഈ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് കോൺക്രീറ്റ് എന്നാണ്. നമ്മൾ കോൺക്രീറ്റ് ഡാമിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ വെയിറ്റ്, സെൽഫ് വെയിറ്റ്, കോൺക്രീറ്റ് ഓർ ടിമ്പർ ഓർ എനി മെറ്റീരിയൽ വെച്ച് കൺസ്ട്രക്ട് ചെയ്താലും അതിന്റെ ഒരു സെൽഫ് വെയിറ്റ് എന്തായാലും താഴേക്ക് അത് ആക്ട് ചെയ്യും. സോ അത് താഴേക്ക് ആക്ട് ചെയ്യുന്ന അതിന്റെ ആ സെൽഫ് വെയിറ്റിനെ നമ്മൾ W കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ദെൻ അതിന്റെ വെർട്ടിക്കൽ ഫേസിൽ വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്, വാട്ടർ റിസർവ് ചെയ്തിട്ടുണ്ട്. വാട്ടറിന്റെ ഹൈറ്റ്, എത്ര ഹൈറ്റിൽ വാട്ടർ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ ആ ഹൈറ്റിനെ നമ്മൾ എച്ച് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, എച്ച് ഇസ് ദ ഹൈറ്റ് ഓഫ് വാട്ടർ. ആൻഡ് ഈ സ്റ്റോർ ചെയ്തേക്കുന്ന വാട്ടർ ഒരു പ്രഷർ, ആ വാട്ടറിന്റെ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രഷർ ഈ ഒരു ഡാമിലേക്ക് എക്സേർട്ട് ചെയ്യും. വാട്ടർ എന്ന് പറയുമ്പം ഇസ് എ ലിക്വിഡ്, അതിനെപ്പോഴും ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും ഉള്ളത്, അല്ലെ? അങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരുന്ന വാട്ടറിനെയാണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് നിർത്തിയേക്കുന്നത്. അപ്പൊ അതെപ്പോഴും ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഈ ഒരു വെർട്ടിക്കൽ ഫേസിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ദാറ്റ് വാട്ടർ ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രഷർ ഓഫ് വാട്ടറിനെ എഫ് എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഇനി ഈ എഫ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് ടോട്ടൽ ഹൈറ്റ് ഓഫ് വാട്ടർ എത്രയാണോ അതിന്റെ 1/3 ഓക്കെ, ദാറ്റ് ഈസ് h/3 ഹൈറ്റിലായിരിക്കും. ഫ്രം ദ ബോട്ടം അല്ലെങ്കിൽ ആ ബേസിൽ നിന്ന് h/3 ഹൈറ്റിലായിരിക്കും വാട്ടർ ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ ഓഫ് വാട്ടർ ആക്ട് ചെയ്യുന്നത്. ദെൻ ഈ പ്രഷർ ആക്ട് ചെയ്യുന്നത് ഹൊറിസോണ്ടലി ആണ്, അതിന്റെ സെൽഫ് വെയിറ്റ് ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കലി ആണ്. ദിസ് ഹൊറിസോണ്ടൽ ഫോഴ്സും ഈ വെർട്ടിക്കൽ ഫോഴ്സിന്റെയും കൂടെ ഒരു റിസൾട്ടന്റ് ഫോഴ്സ് ഇൻക്ലൈൻഡ് ആയിട്ട് അതിൽ ആക്ട് ചെയ്യും. ദാറ്റ് റിസൾട്ടന്റ് ഈസ് കോൾഡ് ആർ. ഓക്കെ, റിസൾട്ടന്റ് ഫോഴ്സ് ആണ്, അതിനെ നമ്മൾ ആർ എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഇനി ഇതിന്റെ ഒരു സെൽഫ് വെയിറ്റ് വരുന്ന ഒരു ലൈൻ ഓഫ് ആക്ഷൻ, ആ വെയിറ്റ് താഴേക്ക് വരുന്ന ലൈൻ ഓഫ് ആക്ഷനും ഈ റിസൾട്ടന്റ് ഇതിന്റെ ബേസിൽ, ആ ഡാമിന്റെ ബേസിൽ റിസൾട്ടന്റ് കട്ട് ചെയ്യുന്ന ഒരു പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് ആ റിസൾട്ടന്റ് ബേസിൽ കട്ട് ചെയ്യുന്ന പോയിന്റും ഇതിന്റെ വൺ എഡ്ജ്, ആ വെർട്ടിക്കൽ എഡ്ജും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ഡി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ദെൻ രണ്ട് ടേമും കൂടെ അറിയേണ്ടതുണ്ട്, W0യും W. W0 എന്ന് പറയുന്നത് വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ഡാം. വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ഡാം എന്ന് പറയുമ്പം നമ്മളിവിടെ കോൺക്രീറ്റ് വെച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന ഡാം തന്നെയാണ് പറയുന്നത്. അപ്പൊ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ് അല്ലെങ്കിൽ ആ മെറ്റീരിയൽ ആണ് വരുന്നത്. ഇവിടെ നമ്മൾ കോൺക്രീറ്റ് ആണെന്നാണ് അസ്യൂം ചെയ്തേക്കുന്നത്. ദെൻ W എന്ന് പറയുമ്പോൾ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, weight density of water. Okay,
ഇനി നമുക്ക് ഈ ഡാമിലെ ഈ പ്രഷർ, ഡാമിൽ വാട്ടർ എത്രത്തോളം പ്രഷർ ആക്ട് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദെൻ അതിന്റെ സെൽഫ് വെയിറ്റും ആ ഫോഴ്സും കൂടെ ചേർന്നിട്ട് വരുന്ന റിസൾട്ടന്റ്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ പഠിക്കേണ്ടതുണ്ട്. ആൻഡ് ദറ്റ് ഇക്വേഷൻസ് ആർ, ഫസ്റ്റ് വൺ, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ വാട്ടർ, അല്ലെങ്കിൽ വാട്ടറിന്റെ പ്രഷർ ആണ്. ക്യാപിറ്റൽ എഫ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. എഫ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു എ എച്ച് ബാർ is equal to W into H square by 2. Okay. Then second equation, weight of the dam per meter length. Capital W കൊണ്ട് denote ചെയ്യും, is equal to weight density into volume. Weight density of dam ആണ് into volume. So a weight density into volume എന്ന് പറയുമ്പം area into height. Then weight density W0 ആണ് into A plus B divided by 2 into H. Okay. So trapezoidal ആയതുകൊണ്ടാണ് അതിന്റെ ഏരിയ ഇങ്ങനെ വരുന്നത്. A plus B divided by 2. Okay. Then distance x. Distance x എന്താന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. So x equal to, നമ്മൾ എഫ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡബ്ല്യു കണ്ടുപിടിച്ചിട്ടുണ്ട്. എഫ് ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഇൻറ്റു എച്ച് ബൈ 3. ദെൻ പൊസിഷൻ ഓഫ് എഫ് കണ്ടുപിടിക്കണം. പൊസിഷൻ ഓഫ് എഫ് അല്ലെങ്കിൽ ആ ഒരു വാട്ടർ പ്രഷറിന്റെ സെന്റർ ആണ്, അത് എവിടെ ആക്ട് ചെയ്യും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് എച്ച് ബൈ 3. ഓക്കെ. സോ ഇത്രയും ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക. ദെൻ നെക്സ്റ്റ് ഈസ് ഫിഫ്ത്ത് ഇക്വേഷൻ, ദ ഡിസ്റ്റൻസ് ഡി. അപ്പോൾ ഡി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഡാമിന്റെ ഫിഗർ നിങ്ങൾ ഒന്നും കൂടെ നോക്കുക. ഡി എന്ന് പറയുമ്പോൾ എ എൻ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എ പ്ലസ് എൻ എം എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് എൻ എം ഓൾറെഡി അറിയാം, ദാറ്റ് ഇസ് എക്സ്. എക്സ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലേ. എക്സ് ഈക്വൽ ടു എഫ് ബൈ ഡബ്ല്യു ഇൻറ്റു എച്ച് ബൈ 3 പ്ലസ് എ എൻ ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എ എൻ കണ്ടുപിടിക്കണം. ഇപ്പോൾ എ എൻ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു എ പ്ലസ് ബി. ഓക്കെ. സോ എ എൻ കണ്ടുപിടിക്കുക, എക്സ് കണ്ടുപിടിക്കുക, ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഡി കിട്ടും. സോ ഈ ഡി കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എസെൻട്രിസിറ്റി. ഓക്കെ. എസെൻട്രിസിറ്റി ഇ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. E equal to D minus half of base width, that is D minus B by 2. Then total stress at point B, അതായത് നമുക്ക് സ്ട്രെസ് ആണ് അടുത്ത കണ്ടുപിടിക്കാനുള്ളത് അല്ലെ. ഇത്രയും ലോഡ് ചെല്ലുമ്പോഴത്തേനും എന്തായാലും ആ ഫോഴ്സ് പെർ ഏരിയ അല്ലെങ്കിൽ ലോഡ് പെർ ഏരിയ എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. അപ്പൊ സ്ട്രെസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ട്, അതിൽ തന്നെ മാക്സിമം സ്ട്രെസ്സും ഉണ്ട്, മിനിമം സ്ട്രെസ്സും ഉണ്ട്. അപ്പോൾ മാക്സിമം സ്ട്രെസ് ഉണ്ടാവുന്നത് ബി എന്ന് പറഞ്ഞ എഡ്ജിലും മിനിമം സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത് എ എന്ന് പറയുന്ന പോയിന്റിലും ആയിരിക്കും. സോ ആ ഫിഗർ നോക്കുക, അതിൽ ബി ഏതാണ് എ ഏതാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. സോ മാക്സിമം സ്ട്രെസ് കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷൻ, ദാറ്റ് ഈസ് സിഗ്മ മാക്സ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ബി ഇൻറ്റു 1 പ്ലസ് 6E ഡിവൈഡഡ് ബൈ ബി. ദെൻ മിനിമം സ്ട്രെസ് കണ്ടുപിടിക്കാൻ സിഗ്മ മിനിമം ഈക്വൽ ടു ഡബ്ല്യു ബൈ ബി ഇൻറ്റു 1 മൈനസ് 6E ഡിവൈഡഡ് ബൈ ബി. ഓക്കെ. ഇക്വേഷൻ അത്രയും നമ്മൾ നോക്കി. ദെൻ നെക്സ്റ്റ് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എ ട്രപ്പിസോയിഡൽ മാസൻട്രി ഡാം ഈസ് ഓഫ് 18 meter height. The dam is having water up to a depth of 15 meter on its vertical side. The top and bottom width of the dam are 4 meter and 8 meter. The weight density of the masonry is given 19.62 kilonewton per meter cube. Find, നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ റിസൾട്ടന്റ് ഫോഴ്സ് 6 കണ്ടുപിടിക്കുക. ദെൻ സെക്കൻഡ് വൺ ദ പോയിന്റ് വെയർ റിസൾട്ടന്റ് കട്ട്സ് ബേസ്, അതായത് എക്സ് കണ്ടുപിടിക്കുക. ദെൻ ദ മാക്സിമം ആൻഡ്
മിനിമം സ്ട്രെസ് അറ്റ് ബേസ്. ഓക്കെ, ഈ 3 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക, എന്നിട്ട് അതിൽ എന്തൊക്കെ ഡേറ്റാസ് ആണ് തന്നിരിക്കുന്നതെന്ന് എടുത്ത് എഴുതുക. അപ്പൊ ഗിവൺ ഡേറ്റാസ് എന്തൊക്കെയാണ്? ഒന്ന് ക്യാപിറ്റൽ എച്ച് എന്ന് പറയുമ്പം ഹൈറ്റ് ഓഫ് ദ ഡാം. ഓക്കെ, ക്യാപിറ്റൽ എച്ച് ഹൈറ്റ് ഓഫ് ദ ഡാം ഈക്വൽ ടു 18 മീറ്റർ. ദെൻ വാട്ടറിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് അല്ലെ, വാട്ടർ എത്ര ഡെപ്തിൽ അതിൽ എത്ര ഹൈറ്റിൽ വാട്ടർ ഉണ്ട് എന്ന് തന്നിട്ടുണ്ട്. സോ എച്ച് ഈസ് ഈക്വൽ ടു 15 മീറ്റർ. ദെൻ ബോട്ടം വിഡ്ത്തും തന്നിട്ടുണ്ട്, ടോപ്പ് വിഡ്ത്തും തന്നിട്ടുണ്ട്. സോ എ ഈക്വൽ ടു 4 ആൻഡ് ബി ഈക്വൽ ടു 8 മീറ്റർ. ദെൻ വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് W0 ഈക്വൽ ടു 19.62 കിലോ ന്യൂട്ടൺ ആണ് പെർ മീറ്റർ ക്യൂബ്. നിങ്ങൾ കിലോ ന്യൂട്ടണിനെ കൺവേർട്ട് ചെയ്തിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ, അതായത് ഇൻറ്റു 1000 കൂടെ കൊടുക്കുക. ദെൻ വാട്ടറിന്റെ വെയിറ്റ് ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്, അതെപ്പോഴും 9.81 തന്നെയാണ്, ഓൾറെഡി നോൺ ആണ്. ഓക്കെ, സോ 9.81 ഇൻറ്റു 10 ക്യൂബ് അല്ലെങ്കിൽ 1000 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഗിവൺ ഡേറ്റാസ് എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടുന്നത് ഫിഗർ വരയ്ക്കുക. ഓക്കെ, ആ ബേസിക് ഫിഗർ തന്നെ. ട്രപ്പിസോയിഡൽ ഡാം വരച്ചു, അതിന്റെ ടോട്ടൽ ഹൈറ്റ് തന്നിട്ടുള്ളത് അടയാളപ്പെടുത്തുക. ദെൻ വാട്ടർ എത്രത്തോളം ഹൈറ്റിലുണ്ടെന്ന് അടയാളപ്പെടുത്തുക. 15 മീറ്റർ ഹൈറ്റ് ആണ്. ദെൻ വാട്ടർ പ്രഷർ എഫ് ആക്ട് ചെയ്യുന്നുണ്ട്, ആൻഡ് അത് ആക്ട് ചെയ്യുന്ന പൊസിഷൻ എന്ന് പറയുന്നത് h/3 ആണ്, അതായത് 15/3 തന്നെയാണ്. ദെൻ ടോപ്പ് വിഡ്ത്ത് തന്നിട്ടുണ്ട്, ബോട്ടം വിഡ്ത്ത് തന്നിട്ടുണ്ട്. ദെൻ വെയിറ്റ് W തന്നിട്ടുണ്ട്. എക്സ് മാർക്ക് ചെയ്യുക, റിസൾട്ടന്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, ദെൻ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് ബൈ വാട്ടർ. ഓക്കെ, അതായത് ഫോഴ്സ് ബൈ വാട്ടർ അല്ലെങ്കിൽ പ്രഷർ ബൈ വാട്ടർ, എത്രത്തോളം ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ ആണ് ആ വാട്ടർ വെർട്ടിക്കൽ ഫേസ് ഓഫ് ദ ഡാമിലേക്ക് എക്സേർട്ട് ചെയ്യുന്നുള്ളത്. ഇക്വേഷൻ എഴുതുക. F is equal to W into AH bar is equal to W into H square by 2. ഓക്കെ, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അപ്പോൾ ആൻസർ കിട്ടും. ദെൻ നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സെൽഫ് വെയിറ്റ് ഓഫ് ദ ഡാം ആണ്. W ഈക്വൽ ടു W0 ഇൻറ്റു A plus B by 2 ഇൻറ്റു H. അപ്പോൾ W0യുടെ വാല്യൂ ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്, അത് കിലോ ന്യൂട്ടണിലാണ് കിടക്കുന്നത്, കൺവേർട്ട് ചെയ്ത് ന്യൂട്ടണിലേക്ക് ആക്കുക. ദെൻ എയുടെ വാല്യൂ 4 ആണ്, ബിയുടെ വാല്യൂ അറിയാം. അപ്പോൾ സെൽഫ് വെയിറ്റ് ഓഫ് ദ ഡാം ആണ് കണ്ടുപിടിക്കുന്നത്, വെയിറ്റ് ഓഫ് ദ ഡാം. അപ്പോൾ ഈ വെയിറ്റ് ഓഫ് ദ ഡാം പറയുന്നിടത്ത് ഡാമിന്റെ ഹൈറ്റ് ആണ് H എന്ന് പറയുന്നത്. ഓക്കെ, ഫോഴ്സ് ബൈ വാട്ടർ എന്ന് പറയുന്നിടത്ത് H എന്ന് പറയുന്നത് വാട്ടറിന്റെ ഹൈറ്റ് ആണ്. ദെൻ നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. അങ്ങനെ വെച്ചാൽ നമുക്ക് റിസൾട്ടന്റ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങളോട് ചോദിച്ചിരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് അല്ലേ? അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സ് R ഈക്വൽ ടു √F² പ്ലസ് W². ഓക്കെ, സോ എഫിന്റെ വാല്യൂ നമുക്കറിയാം, ഡബ്ല്യുവിന്റെ വാല്യൂ നമുക്കറിയാം. സ്ക്വയർ ചെയ്യുക, സമ്മപ്പ് ചെയ്യുക, ദെൻ അതിന്റെ റൂട്ട് എടുക്കുക. ഓക്കെ, സോ കിട്ടുന്ന ആൻസർ ന്യൂട്ടണിലാണ്. ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോഴത്തേനും കിലോ ന്യൂട്ടൺ കിട്ടും. അഗൈൻ ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ മെഗാ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാം. നിങ്ങൾ കിട്ടുന്ന ആൻസർ എഴുതിയാലും മതി. ഓക്കെ, സോ റിസൾട്ടന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ആ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്ന പൊസിഷൻ ആണ് വേണ്ടത്. സോ ആ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ് ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ അറിയാം, F ഡിവൈഡഡ് ബൈ W ഇൻറ്റു H/3. ഓക്കെ, എഫിന്റെ വാല്യൂ അറിയാം, ഡബ്ല്യുവിന്റെ വാല്യൂ അറിയാം, H 15 ആണെന്ന് തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ 2.604 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എസെൻട്രിസിറ്റി ആണ്. അതായത് നമുക്ക് മാക്സിമം ആൻഡ് മിനിമം സ്ട്രെസ്സസ് കണ്ടുപിടിക്കണം. സോ ഈ മാക്സിമം ആൻഡ് മിനിമം സ്ട്രെസ്സസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഈ എന്നൊരു ടേം, അതായത് എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞൊരു ടേം കൂടി നമ്മൾ കണ്ടുപിടിക്കണം. സോ എസെൻട്രിസിറ്റി ഈക്വൽ ടു D-B/2 ആണ്. ദെൻ നമുക്ക് ഡിയുടെ വാല്യൂ അറിയത്തില്ല, അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഡി കണ്ടുപിടിക്കണം. സോ ഡി ഈക്വൽ ടു AN പ്ലസ് എക്സ്. സോ ഡി ഈക്വൽ ടു AN പ്ലസ് എക്സ് ആണ്. അപ്പോൾ ANന്റെ വാല്യൂ, AN കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം, സോ അതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എയുടെ വാല്യൂ അറിയാം നമുക്ക്, ബിയുടെ വാല്യൂ നമുക്ക് അറിയാം. സോ അത് ആ ഇക്വേഷനിൽ എയുടെയും ബിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ്
എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ F/W × H/3. അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇതൂടെ ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് AN കിട്ടി, എക്സ് കിട്ടി. സോ ഈ രണ്ട് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് D = 5.714 meters എന്ന് കിട്ടും. ഓക്കെ, AN + X ആണ്. അപ്പോൾ ANന്റെ വാല്യൂ കണ്ടുപിടിക്കുക, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, അത് തമ്മിൽ ആഡ് ചെയ്യുക. ഓക്കെ, ദെൻ നമുക്ക് ഡിയുടെ വാല്യൂ കിട്ടി. ദെൻ ഡി കിട്ടിക്കഴിഞ്ഞാൽ ഈയുടെ ഇക്വേഷൻ അറിയാലോ, എക്സെൻട്രിസിറ്റി = D - B/2. അപ്പോൾ E = D - B/2 ആണ്. അപ്പോൾ ഡിയുടെ വാല്യൂ നമുക്കറിയാം -B/2. ചെയ്യുമ്പോൾ എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ 1.714 meters എന്ന് കിട്ടി. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്, മാക്സിമം സ്ട്രെസ്സും മിനിമം സ്ട്രെസ്സും കണ്ടുപിടിക്കാൻ. ദ മാക്സിമം സ്ട്രെസ് സിഗ്മ മാക്സ് = ഇക്വേഷൻ എഴുതുക, W/B × 1 + 6E / B. എല്ലാ വാല്യൂസും നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. ഡബ്ല്യുവിന്റെ വാല്യൂ ഉണ്ട്, ബി ഉണ്ട്, 1 + 6 × ഇയുടെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, /8. സോ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം സ്ട്രെസ് കിട്ടും, മാക്സിമം സ്ട്രെസ് കിട്ടും Nm/m². ഓക്കെ, ദെൻ മിനിമം സ്ട്രെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് W/B × 1 - 6E / B. ഓക്കെ, അത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മിനിമം സ്ട്രെസ്സിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇത്രയുമായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് റിസൾട്ടന്റ് ഫോഴ്സ് ആണ് ചോദിച്ചത്. അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് ആണ് ചോദിച്ചെങ്കിലും നമുക്ക് എഫ് കണ്ടുപിടിക്കണം, ഡബ്ല്യു കണ്ടുപിടിക്കണം. എഫും ഡബ്ല്യുവും കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ പറ്റൂ. അതിനുശേഷം ചോദിച്ചത് എന്താണ്, ആ റിസൾട്ടന്റ് ഫോഴ്സിന്റെ പൊസിഷനാണ് എക്സ് എന്ന് പറയുന്നത്. അത് റിസൾട്ടന്റ് ബേസിൽ എവിടെ കൂടെ പാസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ എക്സ് കണ്ടുപിടിക്കുക. ദെൻ അതിനുശേഷം നമ്മളോട് സ്ട്രെസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. പക്ഷേ ഈ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എഴുതി നോക്കുക. അപ്പൊ അതിൽ ഇ എന്നൊരു ടേം ഉണ്ട്, എസെൻട്രിസിറ്റി. അപ്പൊ എസെൻട്രിസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഡി എന്നൊരു ടേം വേണം. അപ്പൊ ഡി കണ്ടുപിടിക്കണമെങ്കിൽ AN വേണം അല്ലേ. അപ്പോൾ നമ്മൾ അത്രയും സ്റ്റെപ്സ് ചെയ്യണം. ലാസ്റ്റ് നമുക്ക് മാക്സിമം സ്ട്രെസ്സും മിനിമം സ്ട്രെസ്സും കിട്ടും. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഒരു എക്സാമ്പിൾ, a trapezoidal dam 4 meter height, 1 meter width at its top and 3 meter width at its bottom retains water on its vertical face. Determine the maximum and minimum stresses at the base. ഓക്കെ, അപ്പൊ രണ്ട് കണ്ടീഷനും കൂടെ പറയുന്നുണ്ട്. വെൻ ദ റിസർവയർ ഈസ് ഫുൾ ആൻഡ് വെൻ ദ റിസർവയർ ഈസ് എംപ്റ്റി. ടേക്ക് ദ വെയിറ്റ് ഡെൻസിറ്റി ആസ് 19.62 kN/m³. ഓക്കെ, അതായത് ട്രപ്പിസോയിഡൽ ഡാം ആണ്. അതിന് 4 meter ഹൈറ്റ് ഉണ്ട്. H = 4 meter എന്ന് തന്നിട്ടുണ്ട്. ദെൻ A = 1 meter എന്നും അതിന്റെ ബോട്ടം വിഡ്ത്ത് B = 3 meter എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, സോ അതിന്റെ സ്ട്രെസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. സിഗ്മ മാക്സും സിഗ്മ മിനിമവും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കണ്ടീഷൻ എന്താണ്, ഒന്ന് റിസർവയർ ഫുൾ എന്ന് പറയുമ്പോഴത്തേന് 4 meter ആണ് അതിന്റെ ഹൈറ്റ് എങ്കിൽ ആ 4 meter നിറയെ വാട്ടർ ഉള്ളപ്പോ ഉള്ള സ്ട്രെസ്സും, ദെൻ റിസർവയർ എംറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ അകത്ത് വാട്ടറേ ഇല്ല. ഓക്കെ, സ്മോൾ എച്ച് ഹൈറ്റ് ഓഫ് ദ വാട്ടർ സ്മോൾ h = 0 ആയിരിക്കും. അപ്പോൾ രണ്ട് കണ്ടീഷൻ വെച്ചിട്ടും നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് എന്താണ്, ആസ് യൂഷ്വൽ ഗിവൺ ഡേറ്റാസ് എടുത്ത് എഴുതുക. അപ്പോൾ ഗിവൺ ഡേറ്റാസ് എന്ന് പറയുമ്പോൾ H = 4 meter. H മീൻസ് ഹൈറ്റ് ഓഫ് ദ ഡാം. ദെൻ അതിന്റെ ബോട്ടം വിഡ്ത്ത് B 3 meter ആൻഡ് ടോപ്പ് വിഡ്ത്ത് A = 1 meter. ദെൻ ആ കണ്ടീഷൻ ഒന്ന് സ്പെസിഫൈ ചെയ്ത് നിങ്ങൾ എടുത്ത് എഴുതിയേക്കുക. റിസർവയർ ഫുൾ എന്ന് പറയുമ്പോൾ സ്മോൾ h, അതായത് ഹൈറ്റ് ഓഫ് ദ വാട്ടർ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ഡാമിന് ഈക്വൽ ആയിരിക്കും, = 4 meter. ആൻഡ് റിസർവയർ എംറ്റി എന്ന് പറയുമ്പോൾ അതിൽ വാട്ടർ ഇല്ല എന്നാണ്. അങ്ങനെ ആണെങ്കിൽ സ്മോൾ ലെറ്റർ h ഹൈറ്റ് ഓഫ് ദ വാട്ടർ = 0. ദെൻ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ഡാം, അതായത് W0 തന്നിട്ടുണ്ട്. 19.62 kN/m³ ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് 19.62 × 10³ അല്ലെങ്കിൽ 1000 ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് Nm/m³ കൺവേർട്ടഡ് ആയി കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഫിഗർ വരയ്ക്കുക.
നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് എല്ലാം കറക്റ്റ് നിങ്ങൾ അതിലേക്ക് മാർക്ക് ചെയ്യാം. ഫിഗർ വരയ്ക്കുന്നതിന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവും. സോ ഈ ഫിഗർ മസ്റ്റ് ആണ്. ഗിവൺ ഡേറ്റാസ് എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുമ്പ് വരച്ച സെയിം ഫിഗർ തന്നെയാണ്. പക്ഷെ എന്താണ്, ഈ എച്ച് എത്ര ആണോ അതിന് ഈക്വൽ ആയിട്ട് തന്നെ ആ ഡാമിന്റെ കറക്റ്റ് ഹൈറ്റ് എത്ര ആണോ അത്രയും ഹൈറ്റിൽ തന്നെ നിങ്ങൾ വാട്ടർ ലെവൽ കാണിക്കുക. എച്ച് ഈസ് ഈക്വൽ ടു 4 ആണ്, ക്യാപിറ്റൽ എച്ചും ഈക്വൽ ടു 4 ആണ്. ദെൻ നമുക്ക് സിഗ്മ മാക്സിമവും സിഗ്മ മിനിമവും ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ സിഗ്മ മാക്സിമം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ W/B ഇൻറ്റു 1 + 6E ഡിവൈഡഡ് ബൈ B ആണ്. അപ്പൊ ഇതിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? W എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അതായത് ഇതിന്റെ സെൽഫ് വെയിറ്റ്, ഡാമിന്റെ സെൽഫ് വെയിറ്റ് എന്താണെന്ന് നമുക്കറിയില്ല. എസെൻട്രിസിറ്റി E എന്താണെന്നും അറിയില്ല. അപ്പോൾ W കണ്ടുപിടിക്കണം, E കണ്ടുപിടിക്കണം. അപ്പൊ W കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതുക. W0 ഇൻറ്റു A + B ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു H കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് Wന്റെ വാല്യൂ കിട്ടും. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? എസെൻട്രിസിറ്റി E കണ്ടുപിടിക്കുക. സോ എസെൻട്രിസിറ്റി E കണ്ടുപിടിക്കണമെങ്കിൽ E ഈസ് ഈക്വൽ ടു D - B/2. ഓക്കെ, ഈക്വൽ ടു D - B/2 ആണ്. അപ്പോൾ D ഈസ് ഈക്വൽ ടു AN + X. അതിൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. എക്സ് ഈക്വൽ ടു F/W ഇൻറ്റു H/3. അപ്പൊ ഇതിൽ നമുക്ക് W നമ്മൾ കണ്ടുപിടിച്ചു, H നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, പക്ഷെ F നമുക്ക് അറിയത്തില്ല. സോ നെക്സ്റ്റ് F കണ്ടുപിടിക്കുക. W ഇൻറ്റു A ഇൻറ്റു H ബാർ. അതിന് നമുക്ക് W ഇൻറ്റു H²/2 എന്നൊരു ഇക്വേഷൻ അറിയാം. W എന്ന് പറയുന്നത് വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ ആണ്. ഇസ് എ കോൺസ്റ്റന്റ് 9.81 kN/m³ ആണ്. അതിനെ കൺവേർട്ട് ചെയ്ത് ന്യൂട്ടണിലേക്ക് ആക്കുക. സോ എഫിന്റെ വാല്യൂ കിട്ടി. അപ്പോൾ എഫിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. സോ എഫിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? F ഡിവൈഡഡ് ബൈ W ഇൻറ്റു H/3 ചെയ്ത് എക്സ് കണ്ടുപിടിക്കുക. സോ എക്സ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ AN ചെയ്യുക. ANന്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. ഓക്കെ, ANന്റെ ഇക്വേഷൻ നമുക്കറിയാം. ANന്റെ ഇക്വേഷൻ എന്താണ്? A² + AB + B² ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു A + B. ഓക്കെ, സോ ആ ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ AN ഈസ് ഈക്വൽ ടു 1.08 എന്ന് കിട്ടും. ദെൻ എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എക്സ് ഈക്വൽ ടു ഇക്വേഷൻ. ഓക്കെ, കണ്ടുപിടിച്ചു. ദെൻ D ഈസ് ഈക്വൽ ടു AN + X ആണ്. AN 1.08 മീറ്റർ പ്ലസ് എക്സ് 0.67 മീറ്റർ. സോ ചെയ്യുമ്പോൾ നമുക്ക് 1.75 മീറ്ററിന് കിട്ടും. ദെൻ എസെൻട്രിസിറ്റിയുടെ ഇക്വേഷൻ എടുത്ത് എഴുതുക. എസെൻട്രിസിറ്റി ഈക്വൽ ടു D - B/2. ഓക്കെ, ഡിയുടെ വാല്യൂ 1.75 എന്ന് കിട്ടി. മൈനസ് B, ബോട്ടം വിഡ്ത്ത് B ഈക്വൽ ടു 3 മീറ്റർ ആണ്. ദാറ്റ് ഈസ് 3 ഡിവൈഡഡ് ബൈ 2. സോ അത് ചെയ്യുമ്പം നമുക്ക് 0.25 മീറ്ററിന് കിട്ടും എസെൻട്രിസിറ്റി. ദെൻ സിഗ്മ മാക്സിന്റെ ഇക്വേഷൻ എടുത്ത് എഴുതുക. W/B ഇൻറ്റു 1 + 6E ഡിവൈഡഡ് ബൈ B. ഓക്കെ, W നമുക്ക് ആൻസർ ഓൾറെഡി ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. W/B, ബിയുടെ വാല്യൂ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 3 മീറ്റർ ഇൻറ്റു 1 + 6 ഇൻറ്റു E നമ്മൾ കണ്ടുപിടിച്ചു. 0.25 ഡിവൈഡഡ് ബൈ B 3. ഓക്കെ, അപ്പൊ നമുക്ക് സിഗ്മ മാക്സിമം കിട്ടി. ദെൻ സെയിം തന്നെ വാല്യൂസ് എല്ലാം സെയിം തന്നെ. ഇത് പ്ലസ് എന്നുള്ളത് മൈനസ് ആവുന്നു എന്ന് മാത്രം. ഓക്കെ, സിഗ്മ മിനിമവും കിട്ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. എന്താണ്? ദ മാക്സിമം ആൻഡ് മിനിമം സ്ട്രെസ് ഇന്റൻസിറ്റീസ് വെൻ ദ റിസർവയർ ഈസ് ഫുൾ. ദെൻ നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്? റിസർവയർ എംപ്റ്റി. സോ നമ്മൾ നമ്മുടെ സെയിം ആ ഫിഗർ വരയ്ക്കുക. പക്ഷേ ഇവിടെ വാട്ടർ ഉണ്ടോ? എംറ്റി ആണ്. കണ്ടീഷൻ എംറ്റി ആണ്. സോ വാട്ടർ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇവിടുന്ന് പ്രഷർ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വെർട്ടിക്കൽ ഫോഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ റിസൾട്ടന്റ് ഫോം ചെയ്യോ? ഇവിടെ റിസൾട്ടന്റ് ഇല്ല. വെർട്ടിക്കൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ വെർട്ടിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പം റിസൾട്ടന്റും ഇല്ല, എഫും ഇല്ല. ദെൻ കണ്ടീഷൻസ് നിങ്ങളൊന്നും കൂടെ എടുത്ത് എഴുതിയേക്കുക.
എന്താ H ഈസ് ഈക്വൽ ടു 0 ആണ്, F ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ റിസൾട്ടന്റ് ഫോം ചെയ്യത്തില്ല. റിസൾട്ടന്റ് R ഈക്വൽ ടു 0 ആണ്. റിസൾട്ടന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ X എന്ന് പറഞ്ഞൊരു ടേം നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. അത് മാത്രമല്ല AN ഈസ് ഈക്വൽ ടു D എന്നൊരു ടേമിലേക്ക് വരും. റിസൾട്ടന്റ് ഇല്ലല്ലോ, അവിടെ ഉള്ള ലോഡ് എന്ന് പറയുന്നത് ആകെ സെൽഫ് വെയിറ്റ് W മാത്രമാണുള്ളത്. ഓക്കെ, സോ ആ റിസൾട്ടന്റ് എന്ന് പറയുന്നത് തന്നെ ഈ W ആയിട്ട് മാറുവാണ്. സോ ആ ഡിസ്റ്റൻസ് D ആയിട്ട് നമ്മൾ എടുക്കും. ഓക്കെ, AN ഈസ് ഈക്വൽ ടു D. ആ ഒരു ചേഞ്ച് നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ നമ്മൾ എസെൻട്രിസിറ്റി കണ്ടുപിടിക്കുക. എസെൻട്രിസിറ്റി E ഈക്വൽ ടു D മൈനസ് B/2 ഈക്വൽ ടു നമുക്ക് ANന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. AN ഈക്വൽ ടു D തന്നെയാണ്. അപ്പോ ANന്റെ വാല്യൂ ഈക്വൽ ടു D തന്നെയാണ്. അവിടെ X എന്ന് പറയുന്ന ഒരു ടേം ഇല്ല. X ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അത് മനസ്സിലാക്കണേ. X ഈക്വൽ ടു 0 ആവും വെൻ റിസർവയർ empty ആവുമ്പോ. അപ്പോ D ഈക്വൽ ടു AN ആവും. ഇത് രണ്ടും ഈക്വൽ ആവും. അപ്പോ നമ്മള് ഡിയുടെ വാല്യൂ AN ആണ്. അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. സോ 1.08 മൈനസ് B3 മീറ്റർ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് 0.42 മീറ്റർ എന്ന് കിട്ടും. ആക്ച്വലി ഇത് നെഗറ്റീവ് വാല്യൂ നമ്മൾ ഇൻഡിക്കേറ്റ്, അതായത് ഡിസ്റ്റൻസ് ആണ്, ലെങ്ത് ആണ്. അപ്പൊ അതിൽ നെഗറ്റീവ് വാല്യൂന് സിഗ്നിഫിക്കൻസ് ഇല്ല. സോ സിഗ്മ മാക്സിമം ഇക്വേഷൻ എഴുതുക, സിഗ്മ മിനിമം ഇക്വേഷൻ എഴുതുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം സ്ട്രെസ് എത്രയാണ്, മിനിമം സ്ട്രെസ് എത്രയാണെന്ന് കിട്ടും. ഓക്കെ, സോ ഇത് നന്നായിട്ട് നോക്കുക. രണ്ട് കണ്ടീഷനാണ്. ഒന്ന് റിസർവെയർ കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ ഉള്ളതും, ഒന്ന് റിസർവെയർ എംറ്റി ആയിട്ടിരിക്കുമ്പോൾ, അതായത് വാട്ടർ ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് സ്റ്റെബിലിറ്റി ഓഫ് എ ഡാം. ഓക്കെ, സോ ഒരു ഡാമിന്റെ സ്റ്റെബിലിറ്റി ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ സ്റ്റെബിലിറ്റി എപ്പോഴാണ് നഷ്ടപ്പെടുന്നതെന്നാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സോ എ ഡാം ഷുഡ് ബി സ്റ്റേബിൾ അണ്ടർ ഓൾ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ നമ്മളൊരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ, അതായത് അത് ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ തന്നെ മാക്സിമം അതിന് ഫെയിലുവർ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ, ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിൽ മാത്രമായിരിക്കും നമ്മളത് ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. പക്ഷേ സംടൈംസ് ദ ഡാം മേ ബി ഫെയിൽഡ് ഡ്യൂ ടു കുറെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒന്ന്, സ്ലൈഡിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കുമ്പോൾ, അതായത് ഡാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് സോയിൽ സർഫസിന്റെ മേലേക്കാണ്, അല്ലെ, സോയിലിലാണ്. അപ്പോൾ ഈ സോയിലിൽ ആ ഒരു കൺസ്ട്രക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഡാം സ്റ്റേബിൾ ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഇനഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് വേണം, അല്ലെ, ഒരു ഫ്രിക്ഷൻ വേണം. അതിനെ അവിടെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഫ്രിക്ഷൻ വേണം. സോ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയുവാണെങ്കിൽ അവിടെ ഒരു സ്ലൈഡിംഗ് എഫക്റ്റ് ഉണ്ടാവും. Okay, by sliding on soil on which the dam rests. Then next condition is by overturning. Then due to the excessive tensile stresses, tensile stress excess ആയിട്ട് ഡെവലപ്പ് ചെയ്താൽ, then due to the excessive compressive stress. ഈ ഒരു 4 റീസൺസ് കൊണ്ട് ഡാമിന് ഫെയിലുവർ സംഭവിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന, നമുക്കറിയാം ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് സ്ലൈഡിങ്, ഓവർടേണിംഗ്, ടെൻഷൻ, കംപ്രഷൻ, അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചാൽ ഒരു ഡാം ഫെയിൽ ആവാനുള്ള ചാൻസസ് അല്ലെങ്കിൽ പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ അത് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ, കൺസ്ട്രക്ഷന് മുമ്പ് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യും. സോ ഇത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു 4 കാര്യങ്ങൾ, ഈ ഒരു ഫാക്ടേഴ്സ് 4 ആ ഫെയിൽ ആവാനുള്ള പോസിബിലിറ്റീസ് ഒഴിവാക്കാൻ വേണ്ടുന്ന പ്രിക്വേഷൻസ് നമ്മൾ എടുക്കണം. ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെ തന്നെ ഡിസൈൻ ചെയ്താൽ ഡാം സ്റ്റേബിൾ ആയിരിക്കും. സോ ആ കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, ടു പ്രിവെന്റ് സ്ലൈഡിങ് ഓഫ് ദ ഡാം, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് അതിന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഇഫ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് F മാക്സ് ആണ്, ഇസ് മോർ ദാൻ ദാറ്റ് ദ ഫോഴ്സ് ഡ്യൂ ടു വാട്ടർ പ്രഷർ F നമുക്കറിയാലോ, വാട്ടർ പ്രഷർ കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് F. അപ്പൊ ഈ F എന്ന് പറയുന്ന ഫോഴ്സിനേക്കാളും കൂടുതലായിരിക്കണം ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ഒരു സൈഡിൽ നിന്ന് വാട്ടർ ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുകയാണ്, അല്ലേ, നമ്മൾ ഡാം വരച്ചു. സോ ഇതാണ് ഡാം, ഇവിടുന്ന് വാട്ടർ ഇങ്ങനെ പുഷ് ചെയ്യുവാണ്, അല്ലേ, ഇതാണ് F. അപ്പൊ ഈ
ഡാമും അതിന്റെ ബേസിലുള്ള സോയിലും തമ്മിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് എഫ് മാക്സ്. അപ്പൊ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലാണെങ്കിൽ ആരെക്കാട്ടിലും എഫിനേക്കാളും, ഓക്കെ, എഫിനേക്കാൾ എഫ് മാക്സ് കൂടുതലാണെങ്കിൽ ഈ ഡാം സ്റ്റേബിൾ ആയിട്ട് ഇവിടെ തന്നെ ഇരിക്കും. തിരിച്ചാണെങ്കിലോ ഇത് സ്ലൈഡ് ചെയ്ത് മാറും. സോ എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എഫ് മാക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മ്യൂ ഇൻറ്റു ഡബ്ല്യു ആണ്. വേറെ മ്യൂ ഇസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് ഡബ്ല്യു ഇസ് ദ വെയിറ്റ് ഓഫ് ദ ഡാം. ഓക്കെ, താഴോട്ട് വരുന്ന സെൽഫ് വെയിറ്റ്. അപ്പോൾ എഫ് മാക്സ് എന്ന് പറയുന്നത്, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ വാട്ടർ പ്രഷർ ആണെങ്കിൽ ആ ഒരു സ്ലൈഡിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കില്ല. നമുക്ക് ഈ സ്ലൈഡിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹൗ ടു പ്രിവെന്റ് ഓവർ ടേണിംഗ് മൊമെന്റ്. ഓക്കെ, ഓവർ ടേണിംഗ് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അതിൽ റീസ്റ്റോറിംഗ് മൊമെന്റ് അബൌട്ട് ബി എന്ന് പറയുന്നത് ഈ ഓവർ ടേണിംഗ് മൊമെന്റിനേക്കാൾ കൂടുതലാണെങ്കിൽ, അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുക, കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താ, നമുക്ക് ഓവർ ടേണിംഗ് ഒരിക്കലും സംഭവിക്കില്ല. ദാറ്റ് ഈസ് ഡബ്ല്യു ഇൻറ്റു എൻ ബി. എൻ ബി എന്ന് പറഞ്ഞാൽ ശരിക്കും മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, മൊമെന്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഡബ്ല്യു എന്ന് പറയുന്നത് അതിന്റെ സെൽഫ് വെയിറ്റ് ആണ്, ഡാമിന്റെ സെൽഫ് വെയിറ്റ്. അപ്പൊ ആ സെൽഫ് വെയിറ്റ് ഇൻറ്റു എൻ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഫിഗർ നോക്കുക, ചെക്ക് ചെയ്യുക. അപ്പോൾ ആ ഡബ്ല്യു ഇൻറ്റു എൻ ബി ചെയ്യുമ്പോൾ കിട്ടുന്ന മൊമെന്റ് എപ്പോഴും ഗ്രേറ്റർ ആയിരിക്കണം ദാൻ ആരെക്കാളും, ഓവർ ടേണിംഗ് മൊമെന്റ് ഡബ്ല്യു ഇൻറ്റു എക്സിനേക്കാളും. ഓക്കെ, ദിസ് ഈസ് ദ റീസ്റ്റോറിംഗ് മൊമെന്റ് ആൻഡ് ദിസ് ഈസ് ദ ഓവർ ടേണിംഗ് മൊമെന്റ്. ആൻഡ് ദ കണ്ടീഷൻ ഈസ് ദ റീസ്റ്റോറിംഗ് മൊമെന്റ് ഷുഡ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓവർ ടേണിംഗ് മൊമെന്റ്. ഓക്കെ, റീസ്റ്റോറിംഗ് മൊമെന്റ് ആയിരിക്കണം എപ്പോഴും ഓവർ ടേണിംഗ് മൊമെന്റിനേക്കാൾ കൂടി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഓവർ ടേണിംഗ് എന്ന് പറഞ്ഞൊരു ഫെയിലുവർ ആ ഡാമിൽ സംഭവിക്കില്ല. The next is condition to prevent excessive compressive stress at the base of dam. സോ അതിൽ പറയുന്നത് നമുക്ക് സിഗ്മ മാക്സിമം ഉണ്ട്, സിഗ്മ മിനിമം ഉണ്ട്. ദെൻ അക്കോർഡിംഗ് ടു IS കോഡ് നമുക്ക് പെർമിസിബിൾ സ്ട്രെസ്സിന്റെ വാല്യൂസ് തന്നിട്ടുണ്ടാവും. അപ്പൊ ഈ പെർമിസിബിൾ മീൻസ് നമുക്ക് അനുവദിക്കാൻ പറ്റുന്നത് അല്ലെ, അലൗഡ് അല്ലെങ്കിൽ പെർമിസിബിൾ. അപ്പോൾ പെർമിസിബിൾ സ്ട്രെസ് കൂടി നിൽക്കണം. ഓക്കെ, പെർമിസിബിൾ സ്ട്രെസ്സിനെക്കാട്ടിലും കുറഞ്ഞ് മാത്രമേ മാക്സിമം ആൻഡ് മിനിമം സ്ട്രെസ് ഇന്റൻസിറ്റീസ് അതിൽ ഡെവലപ്പ് ചെയ്യാവുള്ളൂ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഈസ് കണ്ടീഷൻ ടു അവോയ്ഡ് ടെൻഷൻ ഇൻ ദ ഡാം. അപ്പൊ ഈ ടെൻഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ഡി എന്ന് പറയുന്നത്, ഓക്കെ, ആ ഡി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3 ബി ആയിരിക്കണം. ഓക്കെ, ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3 ബി ആയിട്ട് ഡിസൈൻ ചെയ്യുക. അല്ലെങ്കിൽ ദ എസെൻട്രിസിറ്റി, മാക്സിമം വാല്യൂ ഓഫ് എസെൻട്രിസിറ്റി ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു B/6 ആയിട്ട് ഡിസൈൻ ചെയ്യുക. ഇതാണ് ടെൻഷൻ അവോയ്ഡ് ചെയ്യാനുള്ള കണ്ടീഷൻ. സോ ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഡാം ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ ഈ 4 കണ്ടീഷൻസ് നമ്മൾ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാം സ്റ്റേബിൾ ആയിരിക്കും. അതിന് ഫെയിലൂർ സംഭവിക്കില്ല. ദെൻ റീടൈനിങ് വാൾസ്. Retaining walls are the walls which used for retaining soil or earth. ഓക്കെ, സോ നമ്മൾ ഡാമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ ഡാം എന്ന് പറയുമ്പോൾ ഈസ് എ സ്ട്രക്ചർ വിച്ച് ഈസ് കൺസ്ട്രക്റ്റഡ് ടു സ്റ്റോർ വാട്ടർ അല്ലെങ്കിൽ റിസർവ് വാട്ടറിനെ സ്റ്റോർ ചെയ്ത് നിർത്താൻ വേണ്ടി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ഡാം. ഇപ്പോൾ റീടൈനിങ് വാൾ എന്ന് പറയുമ്പോൾ സെയിം സ്ട്രക്ചർ തന്നെയാണ്, അതുപോലെ തന്നെയാണ്. പക്ഷെ എന്തിനെയാണ് റീടൈൻ ചെയ്യുന്നത്, സോയിലിനെ അല്ലെങ്കിൽ എർത്ത്, അതിനെയാണ് റീടൈൻ ചെയ്യുന്നത്. ഓക്കെ, റീടൈനിങ് വാൾ ഏകദേശം അതിന്റെ ഫങ്ഷൻസും ഇക്വേഷൻസും എല്ലാം അതിന്റെ കണ്ടീഷൻസും എല്ലാം വരുന്നത് ഡാമിന്റെ പോലെ തന്നെയാണ്. ആകെ ഉള്ള വ്യത്യാസം ഡാം സ്റ്റോർ ചെയ്ത് നിർത്തിയേക്കുന്നത് വാട്ടറിനെയാണ്, ഇവിടെ എർത്ത് അല്ലെങ്കിൽ സോയിലിനെയാണ്. ആൻഡ് അവിടെ വാട്ടർ ആണ് ഒരു പ്രഷർ ഡാമിലേക്ക് എക്സേർട്ട് ചെയ്യുന്നത്, ഇവിടെ സോയിൽ അല്ലെങ്കിൽ എർത്ത് ആണ് റീടൈനിങ് വാളിലേക്ക് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലാക്കി വെച്ചേക്കാം.
ദെൻ നെക്സ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ടേം, പഠിക്കേണ്ടുന്ന ഒരു ടേമാണ് ആംഗിൾ ഓഫ് റീപോസ്. കേട്ടിട്ടുണ്ടാവും അല്ലെ? ഫ്രിക്ഷൻ ആൻഡ് ലോസ് ഓഫ് ഫ്രിക്ഷൻ ഒക്കെ പഠിക്കുന്ന ടൈമിൽ കേട്ട ഒരു വേർഡാണ് ഒരു ടേമാണ് ആംഗിൾ ഓഫ് റീപോസ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മാക്സിമം ഇൻക്ലിനേഷൻ ഓഫ് എ പ്ലെയിൻ അറ്റ് വിച്ച് എ ബോഡി റിമൈൻസ് ഇൻ ഇക്വിലിബ്രിയം ഓവർ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഓക്കെ, ബൈ ദ അസിസ്റ്റൻസ് ഓഫ് ഫ്രിക്ഷൻ. അതായത് ഒരു ഇൻക്ലൈൻഡ് പ്രതലത്തിൽ ഒരു ബോഡി നമ്മൾ വെച്ചിരുന്നാൽ അത് താഴേക്ക് പോവാതെ ഇക്വിലിബ്രിയത്തിൽ തന്നെ ഇരിക്കാനുള്ള ആ മാക്സിമം ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. ജസ്റ്റ് അത് സ്ലൈഡ് ചെയ്ത് താഴേക്ക് പോവാതെ ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ അത് ഇരിക്കാൻ, ആ ഒരു ഇക്വിലിബ്രിയം കീപ്പ് ചെയ്ത് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ അസിസ്റ്റൻസിൽ അത് അവിടെ ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാനുള്ള ആ ഒരു ആംഗിളിനെയാണ്, ഒരു മാക്സിമം ഇൻക്ലിനേഷനെയാണ് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. ആൻഡ് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ തന്നെയാണ്. ആൽഫ ഈസ് ഈക്വൽ ടു ഫൈ തന്നെയാണ്. ആൻഡ് ഫൈ എന്ന് പറയുമ്പം ദ ആംഗിൾ മെയ്ഡ് ബൈ നോർമൽ റിയാക്ഷൻ ആർ എൻ ഈസ് ദ നോർമൽ റിയാക്ഷൻ ആൻഡ് ദ ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, സോ ആംഗിൾ ഓഫ് റീപോസ് എന്താന്ന് ജസ്റ്റ് പഠിച്ചിരിക്കുക. സോ നെക്സ്റ്റ് റാങ്കിൻസ് തിയറി ഓഫ് എർത്ത് പ്രഷർ. ഓക്കെ, റീടൈനിങ് വാളിൽ പറഞ്ഞു ഞാൻ, ഡാമിൽ വാട്ടർ ആണ് പ്രഷർ എക്സേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് റീടൈനിങ് വാളിൽ സോയിലാണ് പ്രഷർ എക്സേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു എർത്ത് പ്രഷർ എത്ര ആണെന്ന് കണ്ടുപിടിക്കാൻ, അതിന്റെ ഒരു ഇന്റൻസിറ്റി, ആ ഒരു പ്രഷർ എത്രത്തോളം ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റാങ്കിൻസ് തിയറി, റാങ്കിൻ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹമാണ് ഒരു ഫോർമുല ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ദിസ് തിയറി ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ സോയിൽ ഓൺ ദ റീടൈനിങ് വോൾ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു തിയറി പറയുന്ന സമയത്ത് ഈ സയന്റിസ്റ്റ് കുറച്ച് കാര്യങ്ങൾ അസ്യൂം ചെയ്തായിരുന്നു. അപ്പൊ ആ അസംഷൻസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ സോയിൽ ഈസ് കോഷൻലെസ്. ഓക്കെ, ദെൻ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് നെഗ്ലക്ട് ചെയ്തു. ദെൻ ഫെയിലർ ഒക്കേർഡ് അലോങ് റപ്ചർ പ്ലെയിൻ. ഈ 3 കാര്യങ്ങൾ അദ്ദേഹം അസ്യൂം ചെയ്തിട്ടാണ് ഈ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. സോ റാങ്കിൻസ് തിയറി അനുസരിച്ച് എർത്ത് പ്രഷർ നമുക്ക് റാങ്കിൻസ് ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ദ റാങ്കിൻസ് ഫോർമുല ഈക്വൽ ടു the earth pressure P equal to WH square by 2 into 1 minus sin phi divided by 1 plus sin phi. Okay, so equation by heart ചെയ്യുക. Then ഇവിടെ earth pressure P, നേരത്തെ നമ്മൾ F എന്ന് പറഞ്ഞിട്ടായിരുന്നു എടുത്തത്. So this is P. Okay, then ഇതിൻ്റെ അകത്ത് W എന്ന് പറയുന്നത് weight and phi is the angle of repose and H is the height of the wall. And width അത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. ദെൻ ഡെൻസിറ്റി റോ സീറോ, അതായത് ഈ റീടൈനിങ് വോളിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേനും അവിടെ വെയിറ്റ് ഡെൻസിറ്റി ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നു എന്ന് വരില്ല. അപ്പൊ ഡെൻസിറ്റി ആയിരിക്കും തരുന്നത്. ഡെൻസിറ്റി ഓഫ് ദ സോയിൽ എന്ന് പറഞ്ഞ് തരുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻ നിങ്ങൾ ബൈ ഹേർട്ട് ചെയ്യുക. ഡെൻസിറ്റി റോ സീറോ ഇസ് ഈക്വൽ ടു വെയിറ്റ് ഡെൻസിറ്റി W0 by G. നിങ്ങൾ ഹൈഡ്രോളിക്സ് പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഹൈഡ്രോളിക്സിൽ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടേം പഠിക്കുന്ന ടൈമിൽ ഈ ഒരു ടോപ്പിക് വരുന്നുണ്ടായിരിക്കണം. സോ ഡെൻസിറ്റി റോ സീറോ ഇസ് ഈക്വൽ ടു വെയിറ്റ് ഡെൻസിറ്റി W0 ഡിവൈഡഡ് ബൈ G. സോ ഡെൻസിറ്റി ആണ് ക്വസ്റ്റനിൽ തന്നേക്കുന്നതെന്ന് വിചാരിക്കുക. പക്ഷെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് വെയിറ്റ് ഡെൻസിറ്റി ആണ്. അപ്പോൾ ഡെൻസിറ്റി ക്വസ്റ്റനിൽ തന്നു കഴിഞ്ഞാൽ ആ ഡെൻസിറ്റിയെ ജിയുടെ വാല്യൂ അറിയാമല്ലോ, 9.81 ആണ്. അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു 9.81 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെയിറ്റ് ഡെൻസിറ്റി കിട്ടും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് ബൈ ഹേർട്ട് ചെയ്ത് നോക്കുക. ദെൻ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. A masonry retaining wall of trapezoidal section is 10 meter height and retains earth which is level up to the top. The width at the top is 2 meter and at the bottom 8 meter and the exposed face is vertical. Find the maximum and minimum intensities of stress at the base. Okay. അപ്പോൾ സ്ട്രെസ് കണ്ടുപിടിക്കാൻ തന്നെയാണ്, സിഗ്മ മാക്സും സിഗ്മ മിനിമം കണ്ടുപിടിക്കാൻ തന്നെയാണ്. സോ ടേക്ക് ഡെൻസിറ്റി ഓഫ് ദ എർത്ത്. ഡെൻസിറ്റി ഓഫ് ദ എർത്ത് നമ്മൾ റോ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്
ആൻഡ് റോ സീറോ എന്ന് പറയുന്നത് റീറ്റൈനിങ് വോളിന്റെ ആണ്, അതും തന്നിട്ടുണ്ട്. റീറ്റൈനിങ് വോള് നോർമലി കോൺക്രീറ്റ് വെച്ച് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്, അതാണ് 2400 വന്നേക്കുന്നത്. ദെൻ ആംഗിൾ ഓഫ് റീപോസ് 5 തന്നിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് ഗിവൺ ഡേറ്റാസ് എടുത്ത് എഴുതുക. അപ്പോൾ ഗിവൺ ഡേറ്റാസ് എടുത്ത് എഴുതണം, അതിനുശേഷം ഫിഗർ വരയ്ക്കണം. സോ ഫിഗർ വരയ്ക്കുക. ഗിവൺ ഡേറ്റാസ് എടുത്ത് എഴുതുക. ദാറ്റ് ഈസ് എച്ച് മീൻസ് സോയിലിന്റെ ഹൈറ്റ് ആണ്, ദാറ്റ് ഈസ് 10 മീറ്റർ. റിട്ടൈനിങ് വാളിന്റെ ടോപ്പ് വിഡ്ത്ത് 2 മീറ്റർ, ബോട്ടം വിഡ്ത്ത് 8 മീറ്റർ. ദെൻ ഡെൻസിറ്റി ഓഫ് സോയിൽ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1600 kg/m³. അപ്പോൾ അതിൽ നിന്ന് വെയിറ്റ് ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിയാമല്ലോ. അപ്പോൾ W = ρg ആണ്, റോ തന്നിട്ടുണ്ട്, ഇൻറ്റു G ചെയ്യുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ഡെൻസിറ്റി കിട്ടും. ദെൻ ഫിഗർ വരയ്ക്കാം. ട്രപ്പിസോയിഡൽ ഡാം നമ്മൾ വരച്ചതുപോലെ തന്നെയാണ്, സെയിം മാർക്കിംഗ് ഒക്കെ തന്നെയാണ്. ദെൻ ഇവിടെ എഫിന് പകരം P എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, ആൻഡ് Pയുടെ പൊസിഷൻ h/3 തന്നെയാണ്. ഓക്കെ, ഈ ഫിഗർ ആദ്യം ഗിവൺ ഡേറ്റാസ് എടുത്ത് എഴുതുക, അതിനുശേഷം ഈ ഫിഗർ വരയ്ക്കുക. അപ്പോൾ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് സോയിൽ ആദ്യം കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ എർത്ത്. അപ്പോൾ അത് കണ്ടുപിടിച്ചു. അതിനുശേഷം നമുക്ക് വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ദ റീറ്റൈനിങ് വാള് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് W0 = ρg × G ആണ്. അപ്പോൾ റോജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, 2400 × 9.81. സോ നമുക്കൊരു ആൻസർ കിട്ടും. ദെൻ ആംഗിൾ ഓഫ് റീപോസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു റാങ്കിൻസ് ഫോർമുല, ദ എർത്ത് പ്രഷർ അല്ലെങ്കിൽ ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ സോയിൽ P = WH² × 1 - sin phi / 1 + sin phi. ഓക്കെ, സോ അപ്പം ഈ W എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് വെയിറ്റ്, ക്യാപിറ്റൽ W ആണ് വെയിറ്റ്. സോ ദിസ് W എന്ന് പറയുന്നത് വെയിറ്റ് ഡെൻസിറ്റി ആണ്, വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ദ സോയിൽ ആണ്. അപ്പോൾ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ദ സോയിൽ നമ്മൾ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. സോ ആ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ദ സോയിൽ ഇൻറ്റു എച്ചിന്റെ വാല്യൂ ഹൈറ്റ് ഓഫ് ദ സോയിൽ ആണ്, ദാറ്റ് ഇസ് 10² / 2 ഇൻറ്റു 1 - sin 30. കാരണം ഫൈയുടെ വാല്യൂ 30 ആണെന്ന് തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് P പ്രഷർ എക്സേർട്ടഡ് ബൈ ദ എർത്ത് അല്ലെങ്കിൽ സോയിൽ പ്രഷർ കിട്ടും. ദെൻ നെക്സ്റ്റ് ഈസ് ദ പൊസിഷൻ ഓഫ് എർത്ത് പ്രഷർ. അപ്പൊ ഈ ആക്ട് ചെയ്യുന്ന പൊസിഷൻ ആണ്, ദാറ്റ് ഈസ് h/3 = 10/3, ദാറ്റ് ഈസ് 3.33 മീറ്റർ. ദെൻ വെയിറ്റ് W കണ്ടുപിടിക്കണം, അതായത് സെൽഫ് വെയിറ്റ് ആണ്. സെൽഫ് വെയിറ്റ് ഓഫ് ദ റീറ്റൈനിങ് വാൾ W = വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ദ റീറ്റൈനിങ് വാൾ ഇൻറ്റു വോളിയം. ദാറ്റ് ഈസ് നമ്മൾ W0 കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. W0 ഇൻറ്റു ട്രപ്പിസോയിഡൽ റിട്ടൈനിങ് വാൾ ആയതുകൊണ്ട് ഏരിയ = A+B/2 × H × 1. ഓക്കെ, സോ നമുക്ക് W കിട്ടും. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷൻ √(f² + W²) നമുക്ക് റിസൾട്ടന്റ് R-ന്റെ വാല്യൂ കിട്ടും. ബട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്റൻസിറ്റി ഓഫ് സ്ട്രെസ് കണ്ടുപിടിക്കാനാണ് അല്ലേ. അപ്പം നമുക്ക് സിഗ്മ മാക്സും സിഗ്മ മിനിമവും ഇക്വേഷൻ എടുത്ത് എഴുതുക. അതിൽ W നമുക്കുണ്ട്, B നമുക്കുണ്ട്, E എന്ന് പറഞ്ഞൊരു ടേം മാത്രം നമുക്കില്ല. സോ എസെൻട്രിസിറ്റി E കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതുക. ദാറ്റ് ഈസ് D - B/2 ആണ്. പക്ഷെ നമുക്ക് D യുടെ വാല്യൂ ഇല്ല. D = AN + X ആണ്. അപ്പോൾ ANന്റെ വാല്യൂ നമ്മുടെ കയ്യിലില്ല, Xന്റെ വാല്യൂ നമ്മുടെ കയ്യിലില്ല. ദെൻ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. X = P/W × H/3. ഓക്കെ, നേരത്തെ നമ്മൾ ഡാമിന്റെ കേസ് വന്നപ്പോഴത്തേനും അവിടെ F/W × H/3 എന്നായിരുന്നു ചെയ്തത്. പക്ഷെ ഇവിടെ എഫിന് പകരം ആ പ്രഷർ എക്സേർട്ടഡിന് നമ്മൾ P എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. സോ X = P/W × H/3. ദെൻ ANന്റെ ഇക്വേഷൻ എടുത്ത് എഴുതുക. A² + AB + B² / 3 × A + B. ഓക്കെ ആണല്ലോ. അപ്പോൾ AN കണ്ടുപിടിക്കുക, X കണ്ടുപിടിക്കുക, ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് D യുടെ വാല്യൂ കിട്ടും. D യുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എസെൻട്രിസിറ്റി = D - B/2 ചെയ്യുക. സോ സിഗ്മ മാക്സ് ചെയ്യുക, സിഗ്മ മിനിമം ചെയ്യുക. ഓക്കെ, ഈ നെഗറ്റീവ് വാല്യൂ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, മൈനസ് ആണ് കിട്ടുന്നത്. 0.46 തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇൻ കേസ് അല്ലെങ്കിലും മൈനസ് ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇപ്പൊ സിഗ്മ മാക്സിമം എന്ന് പറഞ്ഞ് ചെയ്യുന്ന വാല്യൂന് നെഗറ്റീവ് കൺഫ്യൂസ്ഡ് ആവണ്ട, നിങ്ങൾ നെഗറ്റീവ് വാല്യൂ എടുക്കണ്ട. ഓക്കെ,
ചെയ്യുമ്പോൾ രണ്ടും ആൻസർ കറക്റ്റ് ഇതുപോലെ തന്നെ കിട്ടും. സോ നിങ്ങൾ ഈ നെഗറ്റീവ് വാല്യൂവിനെ നെഗ്ലക്ട് ചെയ്തിട്ട് വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്താൽ മതി. അപ്പോൾ മാക്സിമം മിനിമം സ്ട്രെസ്സസ് കണ്ടുപിടിക്കുക. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് റീറ്റൈനിങ് വാളിന്റെ പോർഷനിൽ നിന്ന് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന 3 തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് വീപ്പ് ഹോൾസ്. ഓക്കെ, വീപ്പ് ഹോൾസ് എന്ന് പറയുമ്പോഴത്തേനും എർത്ത് റീറ്റൈനിങ് സ്ട്രക്ചേഴ്സ്, അതായത് സോയിലിനെ റീറ്റൈൻ ചെയ്യുന്ന എല്ലാ സ്ട്രക്ചേഴ്സിലും നമ്മൾ കൊടുക്കുന്ന ഹോൾസ്, ഒരു പ്രൊവിഷനാണ് വീപ്പ് ഹോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് പ്രൊവൈഡഡ് ടു റിലീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഓർ വാട്ടർ പ്രഷർ ഓൺ ദ വാൾസ്. ഓക്കെ, ഈ വാള് റിട്ടൈനിങ് വാൾ എന്തിനാണ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന? സോയിലിനെ അല്ലെങ്കിൽ എർത്തിനെ റിട്ടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ എർത്തിന്റെ അകത്ത് എന്തുണ്ട്? വാട്ടർ ഉണ്ട്. അപ്പൊ ഈ എർത്ത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിന് പുറമെ അതിന്റെ അകത്ത് നിന്ന് വാട്ടറും കൂടെ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും, ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. അപ്പൊ ഇതിനെ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീപ്പ് ഹോൾസ് കൊടുക്കുന്നത്, ആ വാട്ടറിനെ പുറത്തേക്ക് റിലീവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ വാട്ടറിന്റെ പ്രഷർ അല്ലെങ്കിൽ ആ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെ നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയുവാണെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് ഈ റീറ്റൈനിങ് വാളിന്റെ തിക്നെസ്സും അതുപോലെ തന്നെ റീഇൻഫോഴ്സ്മെന്റ് റിക്വയർമെന്റ്സ് ഒക്കെ അതിനനുസരിച്ച് കുറച്ചു കൊടുത്താൽ മതി. അതേസമയം അതിൻ്റെ അകത്ത് സോയിലിന്റെ പ്രഷറിന്റെ കൂടെ തന്നെ വാട്ടറിന്റെ ഒരു പ്രഷർ, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും കൂടെ വരികയാണെങ്കിൽ അതും കൂടെ വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിക്നെസ്സും റീഇൻഫോഴ്സ്മെന്റ് റിക്വയർമെന്റും കൂടെ നമ്മൾ കൂട്ടി കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. അതേസമയം ഈ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെ നമ്മൾ വീപ്പ് ഹോൾസിൽ കൂടെ റിലീവ് ചെയ്ത് കളഞ്ഞാൽ വി ക്യാൻ റെഡ്യൂസ് ദ തിക്നെസ് ആസ് വെൽ ആസ് ദ റീഇൻഫോഴ്സ്മെന്റ് റിക്വയർമെന്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ആക്റ്റീവ് എർത്ത് പ്രഷർ ആൻഡ് പാസീവ് എർത്ത് പ്രഷർ. So active earth pressure എന്ന് പറയുമ്പോൾ when the walls move away from the backfill, there is a decrease in the pressure on the wall and this decrease continues until a minimum value, after which there is no reduction in the pressure and the value become constant. Okay, അതായത് ഇപ്പൊ റീറ്റൈനിങ് വാളിൽ ഒരു പ്രഷർ അത് ഡിക്രീസ് ചെയ്ത് വരുന്ന ഡിക്രീസിങ് പ്രഷറാണ്. അപ്പൊ ഡിക്രീസ് ചെയ്ത് അതൊരു മിനിമം വാല്യൂവിൽ എത്തുകയും ദെൻ ആ മിനിമം അങ്ങനെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ റെഡ്യൂസ് ചെയ്യത്തില്ല, പ്രഷർ പിന്നെ റെഡ്യൂസ് ചെയ്ത് പോവില്ല, ആ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. ആൻഡ് ദാറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വാല്യൂ അതാണ് ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. ദെൻ പാസീവ് എർത്ത് പ്രഷർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പ്രിൻസിപ്പൽ എഫക്റ്റീവ് സ്ട്രെസ്സസ്. അപ്പൊ നമ്മൾ സ്ട്രെസ്സസ് കണ്ടുപിടിക്കുന്നുണ്ട്. ഈ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ സ്ട്രെസ്സസ് തമ്മിലുള്ള റേഷ്യോ ആണ് പാസീവ് എർത്ത് പ്രഷർ. ആൻഡ് അതെപ്പോഴാണ് കണ്ടീഷൻ പറയുന്നത്? വെൻ എ റീറ്റൈനിങ് വാൾ ഈസ് ഫോഴ്സ്ഡ് അഗൈൻസ്റ്റ് എ സോയിൽ മാസ്. ആൻഡ് ഈ പാസീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നതാണ് ഈ കണ്ടീഷൻ. അതായത് വെൻ ഒരു റീറ്റൈനിങ് വാൾ സോയിൽ മാസിലേക്ക് ഫോഴ്സ് ചെയ്യുമ്പോൾ, അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേനും, ഒരു ബാക്ക്ഫില്ലിലേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേനും മാക്സിമം പ്രഷർ ഡെവലപ്പ് ചെയ്യും. ആക്റ്റീവ് എർത്ത് പ്രഷർ ആൻഡ് പാസീവ് എർത്ത് പ്രഷർ.